സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഗൾഫിൽ ആവശ്യമില്ലാത്ത ഒരു യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രയേലിന് വേണ്ടി അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് യാതൊരു കാരണവും അല്ലാതെ ഇറാനെ കയറി ആക്രമിക്കുകയാണ് ചെയ്തത് ഇസ്രയേലിന് വേണ്ടി. കാരണം ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ അണ്വായുധം നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡിയാക്കി ഇറാൻ വെച്ചിരിക്കുന്നു, അത് നിർത്തലാക്കണം, അണ്വായുധം ഉണ്ടാക്കാൻ പാടില്ല, ചർച്ചയ്ക്ക് അവരെ വിളിക്കുന്നു. അവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കോപ്പ് കൂട്ടുകയാണ്. എന്തിന്? ഇറാനെ ആക്രമിക്കാൻ. അതായത് വഞ്ചനയും ചതിയിലൂടെയുമാണ് സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയും മൂന്നാമത്തെ രാജ്യങ്ങളെ കൊണ്ടുവന്ന് ഇറാനെ വിളിപ്പിച്ച് ഇങ്ങനെ സമാധാന ചർച്ചകളും അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ സമയം തന്നെ അമേരിക്കൻ പടക്കപ്പലുകൾ നേരെ ഗൾഫിലേക്ക് വരികയാണ്. അപ്പോൾ അവർ എല്ലാം കാലേ കൂട്ടി തീരുമാനിക്കും. കാരണം ഈ വഞ്ചനയും ചതിയെന്ന് പറയുന്നത് യഹൂദന്മാരും അമേരിക്കയും ചെയ്യുന്ന പ്രവൃത്തികളാണ്. അവർ ലോകത്ത് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. വിശ്വസിക്കാൻ പാടില്ലാത്ത രണ്ട് വർഗമാണ് ഈ അമേരിക്കക്കാരും പാശ്ചാത്യ ശക്തികളും യഹൂദന്മാരും. കാരണം അത് മുൻപേ ഇങ്ങനെ തന്നെയാണ്. പല രാജ്യങ്ങളും വെട്ടിപ്പിടിക്കുകയും പല രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുകയും സാധാരണ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുന്ന അവരുടെ ഒരു വിനോദം പോലെയാണ്. അപ്പോൾ ആ വിനോദത്തിന് നിന്ന് കൊടുക്കാൻ ഇറാനെ കിട്ടിയില്ല. അവർ വിചാരിച്ച ഒരു 4-5 ദിവസം കൊണ്ട് ഇറാനെ നമുക്ക് കാലിയാക്കി കളയാം, നമ്മൾ അവിടെ വിജയിക്കും, അവിടെ ഭരണമാറ്റമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഭരണത്തെ ഞങ്ങൾ മറിച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്നാണ് അമേരിക്ക വീമ്പിളക്കിയത്. അതിൻ്റെ കൂടെ ഇസ്രയേലും. അപ്പോൾ ഇസ്രയേലിൻ്റെ സുരക്ഷിതത്വം മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതേസമയം അമേരിക്കയുടെ സഖ്യകക്ഷികളും അമേരിക്കയുടെ ചായ്വുള്ളവരുമായ അമേരിക്കയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെപ്പോലും വെറുപ്പിച്ചുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്ക. അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സെനറ്റോ അമേരിക്കൻ കോൺഗ്രസോ അമേരിക്കൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല ചെയ്തത്. ട്രംപ് എന്ന് പറയുന്ന ഒരു വിഡ്ഢിയാണ്. അയാളൊരു വട്ടനാണ്, മുഴുവട്ടനാണ്. കാരണം അയാളുടെ പ്രവൃത്തികളെല്ലാം ആലോചിക്കാതെ ചെയ്തു കൂട്ടുന്നതാണ്. അപ്പോൾ അമേരിക്കയെ സാമ്പത്തികമായി തകർക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ യുദ്ധം കൊണ്ട് അവർക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് നേരിടുന്നത്. അമേരിക്കയിലെ ജനങ്ങൾ കൊടുക്കുന്ന ഈ പൈസ എന്ന് പറയുന്നത്, നികുതിപ്പണം എന്ന് പറയുന്ന ഇസ്രയേലിന് വേണ്ടി ചെലവഴിക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് അമേരിക്കയുടെ